ഹായ്, അപ്പം ഞങ്ങളിന്ന് റംബൂട്ടാൻ പിച്ചാൻ പോവുകയാണ്. ഞങ്ങൾ 3 പേരും ചേർന്നാണ് കേട്ടോ റംബൂട്ടാൻ പിച്ചുന്നത്. ഇപ്രാവശ്യം ഒരുപാട് റംബൂട്ടാൻ പിടിച്ചിട്ടുണ്ട്. ഒരു കൊലയിൽ തന്നെ ഇഷ്ടം പോലെ റംബൂട്ടാൻ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൈത്തോട്ടി വെച്ചാണ് കേട്ടോ പിച്ചുന്നത്. ആദ്യം ഞങ്ങളൊന്ന് പേടിച്ചായിരുന്നു, ഇത് പൊട്ടി പൊട്ടി പോവായിരുന്നു, വെയിൽ കാരണമായിരുന്നെന്നാണ് തോന്നുന്നത്. അപ്പം ഞങ്ങൾ ഇടുക്കി പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് പിന്നെ ഇത് നല്ലതുപോലെ കായ്ക്കാൻ തുടങ്ങി. ഇത് നമ്മുടെ തേൻവരിക്ക റംബൂട്ടാനാണ് കേട്ടോ. രാവിലെ കുറച്ച് പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മഴയായതുകൊണ്ട് ഞങ്ങളൊന്നും കൂടെ പിച്ചുവാണ്. ഫുള്ള് പിച്ചാന്ന് വിചാരിച്ചു. മഴ വന്നു കഴിഞ്ഞാൽ മൊത്തം താഴെ വീണ് പോകും. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഇവളിത് ഓരോന്നിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക അയൽപ്പക്കത്തൊക്കെ കൊടുക്കാനായിട്ട്. അപ്പം ഇത് നമ്മുടെ തേൻവരിക്ക റംബൂട്ടാനാണ്. നിങ്ങൾ വീട്ടിൽ മേടിച്ചിടുമ്പോൾ കോഴി ഒരിക്കലും മേടിച്ച് നടാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സീഡിൽ നിന്ന് അതിൻ്റെ ഫ്ലഷ് ഒരിക്കലും വിട്ട് മാറുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഭയങ്കര പുളിപ്പുമാണ്. അപ്പം തേൻവരിക്കയാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. രാവിലെയൊക്കെ പിച്ചിയത് ഞാൻ കാണിച്ചു തരാം. ഇത്രയാണ് പിച്ചിയത്.